എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് ആഗസ്റ്റ് 10 ഞായറാഴ്ച. സമയം ഒരുപാട് വൈകിയിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുക എന്ന് പറഞ്ഞ ഒത്തിരി വൈകി. എപ്പോഴും അങ്ങനെയാണ്. സമയം 8 മണി, 8:01 ഓക്കെ, ഇനി ഇത് എപ്പോൾ തീർത്ത് എപ്പോൾ എഡിറ്റ് ചെയ്ത് എപ്പോൾ നിങ്ങളിലേക്ക് എത്തുമെന്നറിയില്ല. ഏതായിരുന്നാലും പെട്ടെന്ന് വിഷയങ്ങളിലേക്ക് വരാം. മാർക്കറ്റ് അങ്ങനെ 2 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നാളെ പ്രവേശിക്കാനിരിക്കുകയാണ്. നെക്സ്റ്റ് വീക്ക് 4 സെഷനേ ഉള്ളൂ. ആഗസ്റ്റ് 15 നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ ഹോളിഡേ ആണ്. മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സങ്കീർണമായ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ എന്ന് പറയാം. അതായത് ട്രംപിൻ്റെ താരിഫുമായി ബന്ധപ്പെട്ടിട്ട് തുടങ്ങിയ അനിശ്ചിതത്വം ഇതുവരെയും ആ ഒരു താരിഫുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ആ ഒരു പാനിക് തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനിടയ്ക്ക് ജാനി സ്ട്രീറ്റിൻ്റെ ഒരു തട്ടിപ്പ് വേറെയും എല്ലാം കൂടി ആയപ്പോൾ ഓപ്ഷൻ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്താണെങ്കിലും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ട്രേഡർമാരെ സംബന്ധിച്ചിടത്താണെങ്കിലും വളരെയധികം നിരാശാജനകമായ ദിനങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏക ആശ്വാസം എന്ന് പറയുന്നത് DIErsൻ്റെ കണ്ടിന്യൂ ബൈയിങ് ആണ്. അവർ ഇത്രത്തോളം ബൈ ചെയ്തിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ ഇങ്ങനെ ഒരു നെടും തൂണായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ, അതായത് FIers കഴിഞ്ഞ 6 ആഴ്ചയായിട്ട് കണ്ടിന്യൂ സെല്ലിംഗ് ആണ്. അത്രയും സെല്ലിംഗ് ചെയ്തിട്ടും അതിനേക്കാളും എത്രയോ ഇരട്ടി ഇവർ DIErs വാങ്ങിക്കൂട്ടുന്നു എന്ന് പറയുമ്പോൾ അവർ ഇന്ത്യൻ മാർക്കറ്റിന് ചെയ്യുന്ന ഒരു സംഭാവന വളരെയധികം വലുതാണ്. മാർക്കറ്റ് വിശേഷങ്ങളിലേക്ക് വരാം. അതിനു മുൻപായി നിങ്ങൾ ഇനിയും ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്, ജോയിൻ ചെയ്യാം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ദിവസവും ഇതുപോലുള്ള മാർക്കറ്റ് ന്യൂസുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് പറഞ്ഞു വന്നതനുസരിച്ച് താരിഫുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അനിശ്ചിതത്വം മാർക്കറ്റിൽ നടക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ട്രംപ് പറഞ്ഞിരിക്കുന്നത്, അതായത് ട്രംപിൻ്റെ ലക്ഷ്യം വേറെ ഒന്നുമല്ല, അവിടുത്തെ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന് വിൽക്കണം. അതിന് നമ്മുടെ രാജ്യം, നമ്മുടെ ഭരണകൂടം സമ്മതിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർഷകർ അത് അവിടെ നിന്ന് ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കർഷകർക്ക് അത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് അതിന് അനുമതി കൊടുത്തില്ല. അതിൻ്റെ വൈരാഗ്യം എന്നോണം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കൊണ്ടാണ്, അതായത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കൊണ്ടാണ് ഉക്രൈനുമായിട്ട് റഷ്യ നിരന്തരം യുദ്ധം അവസാനിപ്പിക്കാതെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് ഞങ്ങൾ 25% താരിഫ് എക്സ്ട്രാ അഡീഷണൽ, അത് 27th ആഗസ്റ്റിനാണ്, ആഗസ്റ്റ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം +25% കൂടെ താരിഫ് ഏർപ്പെടുത്തും എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്തത് 10% അല്ലേ ഇന്ത്യക്ക് ട്രംപ് നിർണ്ണയിക്കാൻ പോകുന്ന താരിഫ് 10%. പക്ഷേ 15% എക്സ്ട്രാ വന്ന് 25% ആക്കിയതിന് ശേഷം 90 days പീരീഡാണ് കൊടുത്തത്. 90 ദിവസത്തിന് ശേഷം ഇത് പ്രാബല്യത്തിൽ വന്നു. ആഗസ്റ്റ് 2 ഓക്കെ, ആഗസ്റ്റ് 2 പ്രാബല്യത്തിൽ വന്നു. 25% താരിഫ് ഇന്ത്യക്ക് വന്നു. പ്ലസ് ഇനി 25 കൂടെ വരുമെന്നാണ് പറയുന്നത്. അതിന് അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തണം എന്നുള്ള ഒരു ഡീലാണ് ഇവിടെ ട്രംപ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ ഭരണകൂടത്തിൻ്റെ 2 ചോദ്യങ്ങൾക്ക് മുന്നിൽ ട്രംപ് പകച്ചു നിൽക്കുകയാണ്. പകച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ, അതായത് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നു, പക്ഷേ റഷ്യയിൽ നിന്ന് ഇതേ അമേരിക്ക യുറേനിയവും പ്ലാറ്റിനവും വാങ്ങുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കില്ലാത്തത്, അതായത് ഞങ്ങൾ വാങ്ങുന്നതിന് നിങ്ങൾ എതിർക്കുമ്പോൾ നിങ്ങളും അവിടെ നിന്ന് വാങ്ങുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ചോദ്യം. രണ്ടാമത്തത്, ഈ ഒരു പ്രത്യക്ഷത്തിൽ, അതായത് ട്രംപിനെ ആക്ഷേപിച്ച് പറഞ്ഞിട്ടില്ല, പുറം നാടുകളിൽ നിന്നുള്ള ഇറക്കുമതി നമ്മൾ കുറയ്ക്കുക എന്നുള്ളത്. അത് സത്യത്തിൽ US ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഇന്ത്യ പോലുള്ള ഒരു രാഷ്ട്രത്തിന് പല വിധത്തിലുള്ള സാമ്പത്തിക സ്രോതസ്സുകളാണുള്ളത്. അതിന് ഉദാഹരണമാണ് GDP 60% ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ വന്നല്ലോ. മറ്റൊരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടും. കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിഫ്റ്റിയിൽ നിന്ന് യാതൊരുവിധ റിട്ടേൺസും ഇല്ല എന്നുള്ളതാണ്. അതായത് 2024 ആഗസ്റ്റിൽ നിഫ്റ്റി ഇപ്പോൾ 24,350 ആ ഒരു റേഞ്ചിലാണല്ലോ ഉള്ളത്. കഴിഞ്ഞ വർഷം ആഗസ്റ്റിൽ ഇതേ റേഞ്ചിലാണുള്ളത്. അതിനുശേഷം ആഗസ്റ്റ് ലാസ്റ്റോട് കൂടിയിട്ട് 25,300 വന്നു. ഈ പ്രാവശ്യം വരുമോ ഇല്ലേ എന്നുള്ളത്, ഈ ഒരു അവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ തീർച്ചയായും എത്താൻ വളരെ ബുദ്ധിമുട്ടും. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ഒരു ആൾമോസ്റ്റ് ഇതേ റേഞ്ചിൽ തന്നെയായിരുന്നു
കഴിഞ്ഞ വർഷവും നിഫ്റ്റി ഉണ്ടായിരുന്നത്. അപ്പോൾ 0 റിട്ടേൺസ് ആണ് ഒരു വർഷത്തിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ആഗസ്റ്റ് കഴിയുന്നതോട് കൂടിയിട്ട് ഇപ്പോൾ ആഗസ്റ്റ് 15 ട്രംപും പുടിനും തമ്മിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചയിൽ യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ചർച്ചയിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ മാർക്കറ്റ് ഉയരങ്ങളിലേക്ക് എത്തും. 25,300 ആ റേഞ്ചിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത 100% ഉണ്ട്. മറ്റൊന്ന്, നമ്മുടെ പ്രധാനമന്ത്രി നെക്സ്റ്റ്, അതായത് ഇപ്പോൾ ട്രംപുമായിട്ടുള്ള ഒരു അസ്വാരസ്യങ്ങൾക്കിടയിൽ ജപ്പാൻ സന്ദർശിക്കാനിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ചൈന സന്ദർശിക്കാനിരിക്കുകയാണ്. മറ്റൊന്ന്, യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയോട് ഒരു വാർണിംഗ് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അതായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതും, അതായത് ട്രംപ് പറഞ്ഞ അതേപോലെ തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതാണ്, ഇന്ത്യ എണ്ണ വാങ്ങുന്നത് കൊണ്ടാണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള നിരന്തരമായ യുദ്ധം നീണ്ടു പോകുന്നത് എന്നുള്ളതാണ്. പക്ഷെ അതൊരു ലോജിക്കില്ലാത്ത കാര്യമാണെങ്കിലും കൂടി ഇത് ഒരു ട്രംപിൻ്റെ കൂടെ ഇടപെടൽ കൊണ്ടാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങളും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്ന് വേണം നമുക്ക് ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കാനായിട്ട്. കഴിഞ്ഞ ആഴ്ചയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ന്യൂസുകൾ എന്ന് പറയാനൊന്നുമില്ല. ആട്ടോ സെയിൽസ് കുറച്ച് ബെറ്ററായിട്ട് നടന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത് എന്ന് പറയുന്നത് മൺസൂൺ ആവറേജിനും മുകളിൽ ലഭിച്ചു എന്നുള്ളതാണ്. ഇപ്പോഴും മൺസൂണിൻ്റെ ഇത് പീരീഡ് കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, ട്രംപും പുടിനും തമ്മിലുള്ള ചർച്ച നടക്കാനിരിക്കുന്നു ആഗസ്റ്റ് 15. ഇത്രയും കാര്യങ്ങളാണ് പോസിറ്റീവായിട്ടുള്ളതുള്ളൂ. ഇനി നെഗറ്റീവ് വിഷയങ്ങളിലേക്ക് വരികയാണെങ്കിൽ 25% നിലവിലുള്ളത്. നെക്സ്റ്റ്, ഈ ചർച്ചകൾ അമ്പയും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ +25% കൂടെ 50% ആയിട്ട് നമ്മുടെ ഇന്ത്യക്ക് താരിഫ് ഏർപ്പെടുത്താനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഫാർമ 50 മുതൽ 200% വരെ താരിഫ് വരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, ജപ്പാന് 15% അഡീഷണൽ താരിഫ് ട്രംപ് നിർണ്ണയിച്ചിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ടത്, നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ FISന്റെ കണ്ടിന്യൂസ് സെല്ലിംഗ് ആണ്. യാതൊരുവിധ, അതായത് അവർ ഇവിടെ നിന്നും വിറ്റൊഴിഞ്ഞ് പോകുന്നത് പോലെയാണ്. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി തന്നെ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ കണ്ടിന്യൂസ് സെല്ലിങ്ങോടുകൂടി ഇവർ പോകുന്നത് വളരെയധികം ആശങ്കകൾക്കാണ് വഴിവെക്കുന്നത്. മാത്രമല്ല ഈ ആഴ്ച, അതായത് അവരുടെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഷോർട്ട് പൊസിഷൻ 92%ലേക്ക് എത്തിയിരിക്കുകയാണ്. മറ്റൊന്ന്, ഏർണിങ്സ് റിപ്പോർട്ട് വളരെയധികം വീക്കായിരുന്നു. പിന്നെ നമ്മുടെ രൂപ മൂല്യ തകർച്ച 87.78 87.8 കഴിഞ്ഞ ഫ്രൈഡേ ക്ലോസ് ആയിരിക്കുന്നത്. സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ആഴ്ച 742 പോയിന്റ് കുറഞ്ഞ് 79,857 ക്ലോസ് ചെയ്തിരിക്കുന്നത്. വീക്ക്ലി ബേസിസിലാണ് പറയുന്നത്. അതുപോലെ നിഫ്റ്റി 202 പോയിന്റാണ് ഡൗണിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 24,363 സെറ്റിലായിരിക്കുന്നു. അതുപോലെ ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പ് 1% to 2% ഡൗണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെക്ടർ ബേസിൽ നോക്കുകയാണെങ്കിൽ ഫാർമ, റിയാലിറ്റി, FMCG, ഹെൽത്ത് കെയർ എല്ലാം തന്നെ 2 മുതൽ 3% വരെ ഡൗണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. PSU ബാങ്ക്, മെറ്റൽ ആൻഡ് മീഡിയ ഇവ 0.5% മുതൽ 1.5% വരെ ഹൈയിലും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കഴിഞ്ഞ ആഴ്ച FISന്റെ സെല്ലിംഗ് നോക്കുകയാണെങ്കിൽ 10,652 കോടി രൂപയുടെ സെല്ലിംഗാണ് നടത്തിയിരിക്കുന്നത്. അതേസമയം DIers 33,608 കോടി രൂപയുടെ ബൈയിങ് നടത്തിയിട്ടുണ്ട്. നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച വന്നതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച 24,340-43, നമ്മൾ 24,320 സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നത്. 24,343 വന്നിട്ട് റിവേഴ്സിൽ പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയുന്നത് 24,350 തന്നെയാണ്. അതിനും താഴെ വീഴുകയാണെങ്കിൽ 24,000 മുതൽ 23,700 വരെ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതേസമയം 24,350 നിന്ന് സപ്പോർട്ട് എടുത്ത് പോവുകയാണെങ്കിൽ 24,700 മുതൽ 24,800 ആ റേഞ്ചിലേക്കൊക്കെ നിഫ്റ്റി എത്താനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വീക്ക് നടക്കാനിരിക്കുന്ന ഇവൻറ്റ്സുകളാണ്. അതായത് മൺഡേ ഒന്നുമില്ല, ട്യൂസ്ഡേ ആഗസ്റ്റ് 12 4 PM, അതായത് വൈകുന്നേരം 4 മണിക്ക് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. ഇയർ ഓഫ് ഇയർ 2.1% ഫോർകാസ്റ്റ് 1.6%. വൈകുന്നേരം 6 മണിക്ക് USA ഇൻഫ്ലേഷൻ ഡാറ്റ, അതായത് ചൊവ്വാഴ്ച തന്നെയാണ് USA ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. ഇയർ ഓഫ് ഇയർ 2.7% ആണ്, ഫോർകാസ്റ്റ് 2.7% തന്നെയാണ്. കോർ ഇൻഫ്ലേഷൻ ഡാറ്റ ഇയർ ടു ഇയർ
2.9% ആണ്. ഫോർകാസ്റ്റ് 3% ആണ്. ഇനി വെനസ്ഡേ ഇവൻസ് ഒന്നുമില്ല. തേഴ്സ്ഡേ August 14 11:30 AM ഇംഗ്ലണ്ടിൽ GDP ഡാറ്റ വരുന്നുണ്ട്. ഇയർ ഓഫ് ഇയർ 1.3% ആണ്. ഫോർകാസ്റ്റ് 0.7% ആണ്. 12 PM ഇന്ത്യയുടെ WPI ഇൻഫ്ലേഷൻ ഡാറ്റ, ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. -0.13% ആണ്. ഫോർകാസ്റ്റ് 0.3% ആണ്. 6 PM USA PPI ഡാറ്റ വരുന്നുണ്ട്. അപ്പോൾ ഈ നെക്സ്റ്റ് വീക്ക് 2 days ഉള്ളൂ. അതായത് ട്യൂസ്ഡേയും തേഴ്സ്ഡേയും മാത്രം. വെനസ്ഡേയും ഇല്ല, മൺഡേയും ഇല്ല, അതുപോലെ ഫ്രൈഡേ നമുക്ക് ഹോളിഡേയുമാണ്. അപ്പോൾ ഇവൻറ്റ്സ് ഇതൊക്കെയാണ്. ഇനി നമുക്ക് നാളെ വാച്ച് ചെയ്യാനുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നിഫ്റ്റി, സെൻസെക്സ്, ബാങ്ക് നിഫ്റ്റി എന്നിവരെ നോക്കാം. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളൊന്ന് വാച്ച് ചെയ്യാം. 24,530 താഴെ എൻട്രി എടുത്ത് പോകാമെന്നാണ് പറഞ്ഞത്. നമുക്ക് ഓപ്പൺ ചെയ്തത് തന്നെ 24,560 24,560 ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ താഴത്തേക്ക് വരികയാണ് ചെയ്തത്. താഴത്തേക്ക് വരുന്ന സമയത്ത് പിന്നീട് തിരിച്ച് കയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്യാൻഡിൽ 15 minutes ടൈം ഫ്രെയിമിൽ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിലും രണ്ടാമത്തെ ക്യാൻഡിലിൻ്റെ മൂന്നാമത്തെ ക്യാൻഡിൽ നിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അത്യാവശ്യം 133 പോയിന്റിൻ്റെ റാലി നമുക്ക് നിഫ്റ്റിയിൽ നടന്നിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ വാച്ച് ചെയ്യാനുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് 24,330. ഓക്കെ, 24,330 ആണ് നെക്സ്റ്റ് സപ്പോർട്ട് കൊടുക്കുക. ആൾമോസ്റ്റ് അടുത്ത് തന്നെയാണ്. ഇപ്പോൾ 24,349 ഇവിടെ ചാർട്ടിൽ കാണുന്നത്. 24,330. ഓക്കെ, ഇതാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. നാളെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണെങ്കിൽ ഇത് സപ്പോർട്ടായിട്ട് നമുക്ക് പിന്നീട് വാച്ച് ചെയ്യാം. അതേസമയം ഇതിന് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 24,290 നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രണ്ട് സപ്പോർട്ടുകൾ നിങ്ങൾ നാളെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. അതേസമയം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു റേഞ്ചിൽ നിന്ന് വാച്ച് ചെയ്യാവുന്നതാണ്, 24,460. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് നാളത്തേക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ഈ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ വാച്ച് ചെയ്യാം. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ബാങ്ക് നിഫ്റ്റിയെ നമുക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച നമുക്ക് ഇതാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ക്യാൻഡിൽ. ഓക്കെ, ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഇതിൽ നിന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ അല്പം മുകളിലേക്ക് പോയി പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂടി തന്നെ 250 പോയിന്റിൻ്റെ റാലി അതിൽ നടന്നിട്ടുണ്ട്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇന്നലെ വെള്ളിയാഴ്ച എൻട്രി ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറയാൻ 54,900 ഇതാണ് നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത്. 54,900 ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആണെങ്കിൽ നമുക്ക് 54,830 ആ ഒരു റേഞ്ചിൽ വാച്ച് ചെയ്യാം. അതേസമയം റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് 55,280 ഇത് റെസിസ്റ്റൻസ് ആയിട്ട് വാച്ച് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നാളെ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. സെൻസെക്സിലേക്ക് വരുമ്പോഴും നമുക്ക് പ്രോഫിറ്റബിൾ തന്നെയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമുക്ക് എൻട്രി ലഭിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് നിന്ന് നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിലും ഒരു 300 പോയിന്റിൻ്റെ റാലി സെൻസെക്സിലും നടന്നിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് 79,730. ഓക്കെ, 79,730 സപ്പോർട്ട് ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാനുള്ളത്. നാളേക്ക് റെസിസ്റ്റൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സോണിൽ നിന്ന് റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ നിന്ന് എൻട്രി എടുത്ത് പോകാം. ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ 80,240. അപ്പോൾ സെൻസെക്സിൽ ഇങ്ങനെ വാച്ച് ചെയ്യാം. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് ആഡ് ചെയ്ത് നാളെ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ബ്രേക്കൗട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.